ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാണ്. അള്ളാനെ മനസ്സിലായിട്ട് മുഹമ്മദ് നബിനെ മനസ്സിലാവൂല. മുഹമ്മദ് നബിയെ മനസ്സിലായതിനാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക ചെയ്യാം. ഇസ്ലാമിലേക്ക് ആദ്യം വന്നാൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അള്ളാനെ മനസ്സിലായപ്പോൾ വന്നതല്ല, മുഹമ്മദ് നബിയെ മനസ്സിലായപ്പോൾ വന്നു. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയെ മനസ്സിലായപ്പോൾ വന്നതാണ്. അങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചതാണ്. രണ്ട് അടിമകളാണ് ചരിത്രത്തിൽ പ്രസിദ്ധരായവർ. ഒന്നൊരു വെളുത്ത അടിമയും മറ്റൊന്നൊരു കറുത്ത അടിമയും. കറുത്ത അടിമ സയ്യിദുന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. വെളുത്ത അടിമ സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനായ സൽമാൻ 200 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ദീർഘകാലം പൂർവകാല വേദങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. പൂർവകാല വേദങ്ങളിൽ അവസാന പ്രവാചകൻ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണവിശേഷം അദ്ദേഹം മനസ്സിലാക്കി. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര, ഒരു സീല് മുതുകത്തുണ്ടായിരിക്കും എന്ന് പൂർവകാല വേദങ്ങളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകത്ത് ചെറിയ ഒരു പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസകഷ്ണം, ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു. അതാണ് പൂർവകാല വേദങ്ങൾ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായി പറഞ്ഞിട്ടുള്ളത്. പേർഷ്യയിലെ രാജകുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിയതിനു ശേഷം സൽമാൻ ധാരാളം പൂർവകാല പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവായിരുന്നു അവസാന പ്രവാചകന് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര മുതുകത്തുണ്ടായിരിക്കുമെന്നത്. മദീനയിൽ ഒരു ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ തൊഴിലാളിയായി സൽമാൻ അൽ ഫാരിസി താമസിക്കുന്ന കാലത്താണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നത്. അവസാന പ്രവാചകൻ മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ സൽമാൻ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന അടയാളം മുതുകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നബി തങ്ങൾ ഷർട്ട് ധരിക്കാതെ നടക്കൽ പതിവില്ല. വീട്ടിലാണെങ്കിൽ പോലും കുപ്പായം ധരിക്കും. ശരീരം ആരും കാണൂല, കാണാനൊരു വഴിയില്ല. ഒരുപാട് ദിവസം സൽമാൻ നോക്കാൻ വേണ്ടി നടന്നു, ഒരു രക്ഷയില്ല. അവസാനം സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. ഖബർ കുഴിക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മറവ് ചെയ്യാനും എല്ലാവരുമുണ്ട്. കൂട്ടത്തിൽ നബിതങ്ങളുണ്ട്. അവിടുന്ന് എന്തായാലും കുപ്പായം കഴിച്ചു വയ്ക്കാരെന്ന് കരുതിയിട്ട് സൽമാൻ വന്നു റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖബറിളക്കിനടുത്ത് വന്നു. എല്ലാവരും കൂടി ഖബറിളക്കുന്നുണ്ട്. നബിതങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ ഒന്ന് അപ്പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ നോക്കി, കാണാനില്ല, കാരണം കുപ്പായം കഴിച്ചിട്ടില്ല. പിന്നെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി, വീണ്ടും ഇവിടെ നോക്കി, അങ്ങനെ മറയൽ കയ്യോളം നോക്കി, കണ്ടില്ല. മറവ് ചെയ്യൽ കഴിഞ്ഞു. എല്ലാവരും ഒരു തലക്കൽ നിന്ന് പിരിയാൻ തുടങ്ങി. ഓരോരുത്തരായി പിരിഞ്ഞ് അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സഹാബികളും ബാക്കിയായപ്പ നബിതങ്ങൾ ദൂരെ നിന്ന് വിളിച്ചു, ആ നിൽക്കുന്നത് സൽമാനാണോ? ഇവിടെ വാന്ന് പറഞ്ഞു. നേരത്തെ പരിചയമില്ല കേട്ടോ, നേരത്തെ പരിചയമൊന്നുമില്ല. സൽമാൻ എന്ന് പറഞ്ഞ ആളല്ലത്, വാന്ന് പറഞ്ഞു. കുപ്പായത്തിന്റെ കുടുക്കയച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതല്ല നോക്കണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയെ വിശ്വാസം വന്നാലേ അള്ളാഹുവിൽ വിശ്വാസം വരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? ഖദീജ ബി റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്താ കാരണം? ഖദീജ ബി റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞു, നബിയെ, നിങ്ങളെ അല്ലാഹു തആല നബിയാക്കി നിയോഗിക്കുന്നതിന്റെയും 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയങ്ങള്? കാരണമുണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ആങ്ങളയാണ് വറഖത്ത് ബിൻ നൗഫൽ. എളാപ്പ മൂത്താപ്പ മക്കളാണ്. ആങ്ങളയാണ് വറഖത്ത് ബിൻ നൗഫൽ. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആള് പൂർവകാല വേദങ്ങൾ പഠിച്ച, പഴയ വേദങ്ങൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂറൊക്കെ പഠിച്ച ഒരു പണ്ഡിതനാണ്.
ഒരിക്കൽ ഖദീജ ബീവിയുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അവസാനത്തെ പ്രവാചകൻ ജനിച്ചിട്ടുണ്ട്, നമ്മളെ നാട്ടിലാണ് ജനിക്കുക, ലക്ഷണങ്ങളെ കൊണ്ട് അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞു. ഖദീജ ബീവിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട്, സമ്പത്തുണ്ട്. ആ പണവും ആളുകളെയും ഉപയോഗപ്പെടുത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിൽ നബിയാകാൻ പറ്റിയതാരാണുള്ളത് എന്ന അന്വേഷണം ആരംഭിച്ചു. മക്കയിൽ ഇങ്ങനെ അന്വേഷിച്ചു, ആരാ നബിയാകാൻ പറ്റിയത്? അബൂ സുഫിയാൻ പറ്റൂല, അബൂജാഹിൽ തീരെ പറ്റൂല, ഇക്രിമ പറ്റൂല, എല്ലാവരും പഠിച്ചു, ആരും പറ്റൂല. പറ്റുന്ന ഒരാളുണ്ട്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദിനെ പറ്റും എന്ന് കണ്ടുപിടിച്ചു. ഇനി അതൊന്ന് ഉറപ്പിക്കണം, അതിനെന്താ ചെയ്യാന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ വഴിയിൽ നിന്ന് അബൂ താലിബിനെ കണ്ടു, നബി തങ്ങളുടെ അളാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മൂത്താപ്പ എന്നാണ് ശരിയായ അഭിപ്രായം എന്നാണ്. നബി തങ്ങളുടെ വാപ്പയാണത്ര അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും ചെറിയ മകൻ. അങ്ങനെ ആകുമ്പോൾ മൂത്താപ്പാനെ കണ്ടു. അബൂ താലിബിനോട് പറഞ്ഞു, നിങ്ങളെ ജ്യേഷ്ഠന്റെ നിങ്ങളെ അനുജന്റെ മോന് മുഹമ്മദ് പെരേൽ വെറുതെക്കല്ലേ, ഓനൊന്ന് നിന്റെ കച്ചവട സംഘത്തിൽ പറഞ്ഞയച്ചു തരികയാണെങ്കിൽ 2 പുരുഷന്റെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. 2 ആണുങ്ങളെ കൂലി, ആണുങ്ങൾക്ക് വേറെ കൂലിയും പെണ്ണുങ്ങൾക്ക് വേറെ കൂലിയാണ് അന്ന് കൊടുക്കല്. അതുകൊണ്ട് 2 പുരുഷന്റെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. അബൂ താലിബ് വീട്ടിൽ ചെന്ന് നബി തങ്ങളോട് വിവരം പറഞ്ഞ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി വന്നു. കച്ചവട സംഘത്തിൽ പോരാൻ താല്പര്യമറിയിച്ചു. ഖദീജ ബീവി സമ്മതിച്ചു. അങ്ങനെ ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിന്റെ കൂടെ നബി തങ്ങൾ പുറപ്പെടുകയാണ്. കച്ചവട സംഘത്തിന്റെ കൂടെയാണ് കേട്ടോ. ഹലോ കച്ചവട സംഘത്തിന്റെ കൂടെയാണ്. അതായത് കച്ചവടത്തിന് വേറെ ആളുണ്ട്, നബി കച്ചവടത്തിനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കൂടെ പോവാണ്. ഒരു അടിമയും ഉണ്ടായിരുന്നു കൂടെ, മൈസറത്ത് എന്നായിരുന്നു ആ അടിമയുടെ പേര്. അടിമ അസ്രയാണ്, നബിതങ്ങൾ അസ്രയാണ്. നബിതങ്ങൾക്കും കച്ചവടം ചെയ്യാൻ ഡ്യൂട്ടിയില്ല, നേതൃത്വമുണ്ട്. കച്ചവട സംഘത്തിന് ഒരു നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കച്ചവടത്തിന് വേറെ ആളുണ്ട്, സ്ഥിരം പോണ ആൾക്കാരുണ്ട്, നല്ല കച്ചവടത്തിൽ തഴക്കം പഴക്കമുള്ള ആൾക്കാരുണ്ട്. മൈസറത്തിന്റെ ജോലിയും കച്ചവടമല്ല. മൈസറത്തിന് എന്താ ജോലി അറിയങ്ങള്? യാത്രയിൽ എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ കാണുകയാണെങ്കിൽ അത് വന്ന് വിവരം പറയണം എന്നതാണ് മൈസറത്തിന്റെ ജോലി. അങ്ങനെയാണ് യാത്ര പോകുന്നത്. വഴിയിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ വരുന്നു. ഈ മരച്ചോട്ടിലിരിക്കുന്നത് അവസാനത്തെ പ്രവാചകനാണെന്ന് പറയുന്നു. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഒരു പാതിരി ഇറങ്ങി വരുന്നു. ഈ നടന്നു പോകുന്നത് അവസാന പ്രവാചകനാണെന്നും നിങ്ങൾ വേഗത്തിൽ കച്ചവടം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങണമെന്നും പറയുന്നു. നടന്നു പോകുമ്പോൾ മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്നു. മാർക്കറ്റിലെത്തുന്നതിന് മുമ്പ് കച്ചവട സാധനങ്ങൾ വിറ്റുതീരുന്നു, വർദ്ധിച്ച ലാഭവും ലഭിക്കുന്നു. തിരിച്ചു വരുമ്പോൾ കുറെ സാധനങ്ങൾ മക്കത്തില്ലാത്തത് വാങ്ങി കണ്ടു വന്നു. തിരിച്ച് മക്കത്തെത്തിയപ്പോൾ അതും തീർന്നു. അങ്ങനെ ഇതെല്ലാം ഖദീജ ബിവിയോട് പറഞ്ഞപ്പോൾ ഇത് അവസാന പ്രവാചകനാണെന്ന് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കി. അങ്ങനെ ആ നബിക്ക് വേണ്ടി സമ്പത്തും ശരീരവും ആത്മാവും മനസ്സുമെല്ലാം സമർപ്പിക്കാൻ തീരുമാനിച്ചതാണ്. നബിതങ്ങളും ഖദീജ ബിവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നബിതങ്ങൾ ഖദീജ ബിയെ വിവാഹം അങ്ങോട്ട് അന്വേഷിച്ചതല്ല, ഖദീജ ബിവി ഇങ്ങോട്ട് അന്വേഷിച്ചതാണ്. ഖദീജ ബിയുടെ കൂട്ടുകാരിയായ നഫീസ എന്നു പേരായ സഹോദരിയെ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കിലേക്ക്, അബൂ താലിബിന്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് കല്യാണത്തിന് റെഡി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നബി തങ്ങൾ അങ്ങോട്ട് കല്യാണം അന്വേഷിച്ചിട്ടില്ല. എന്താ കാരണം? ശരീരവും മനസ്സും സമ്പത്തും ആത്മാവും എല്ലാം അവസാന പ്രവാചകന് സമർപ്പിക്കാൻ തീരുമാനിച്ചു.